ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിന്ന് അപ്രതീക്ഷിതമായിട്ട് തറവാട് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഉമ്മാനെ കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ ഏട്ടൻ്റെ ഭാര്യയും കൂടി കാണണം. അപ്പോൾ പോകുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു, വെയിലൊക്കെ ആയിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്തു. നമ്മളെത്തി കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്തു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പെങ്ങളെ ഭർത്താവൊക്കെ കൂടിയിട്ട് മച്ചനൊക്കെ കൂടിയിട്ട് ചക്കൊക്കെ വൃത്തിയാക്കലായിരുന്നു. അപ്പോൾ ഞങ്ങളും കൂടി അങ്ങനെ എല്ലിട്ടിട്ട് നമുക്ക് ചക്ക വെക്കാമെന്ന് കരുതി. എല്ലൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല എല്ലാണ്. അപ്പോൾ ചക്ക നമ്മൾ പുറത്ത് വിറകടുപ്പിലാണ് കേട്ടോ വെച്ചത്. കുറച്ചധികം ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഉച്ച സമയമായിന് ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ നല്ല എല്ലും ചക്കയും ഇന്നിവിടുന്ന് കഴിക്കാനുള്ളൊരു വിധിയായിരുന്നു. നമ്മുടെ റിസ്ക് ഇന്നിവിടെയായിരുന്നു. അപ്പോൾ ചക്ക ഇതേ വിറകടുപ്പിൽ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെല്ലും ചക്കയൊക്കെ മിക്സാക്കി അരപ്പൊക്കെ ഇട്ട് നല്ല കണ്ടീഷനാക്കി കേട്ടോ. അപ്പോഴത്തേക്ക് കറണ്ടും പോയി. മഴ പെയ്താൽ പിന്നെ പറയണ്ടല്ലോ കറണ്ട് പോക്ക്. നല്ല രീതിയിൽ നമുക്ക് എല്ലും ചക്കയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലും കപ്പയും പോലെ തന്നെ നല്ല ടേസ്റ്റാണ് എല്ലും ചക്കയും. നല്ല രീതിയിൽ ഉടയുന്ന ചക്കയെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ ചക്ക ഉടയിൽ കുറച്ച് കുറവാണ് കേട്ടോ. കുക്കറിലൊക്കെ നമ്മൾ അടിച്ചു, പക്ഷേങ്കിൽ ചില ചക്ക അങ്ങനെ ഒരുപാടങ്ങ് ഉടയില്ല, എന്നാലും അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്, അകത്ത് നമ്മൾ എല്ലും ചക്കയും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലും ചക്കയും കഴിക്കാൻ പറ്റിയൊരു ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലും ചക്കയും കഴിക്കലാണ്. ഇതേപോലെ നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഉപ്പിക്കൊല്ലത്തെ ആദ്യത്തെ ചക്ക ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഓർമ്മയൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പിന്നെ മച്ചാനൊക്കെ ഇഷ്ടവും ഒരുമിച്ച് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ 2 പെങ്ങന്മാരെയും കല്യാണം കഴിച്ചത്. ഒരാൾ തമിഴ്നാട്, ഒരാൾ ബോംബെയാണ്. അപ്പോൾ രണ്ടാളും നോർത്ത് ഇന്ത്യൻസാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യുന്നത് അവർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലും പോയി ഏട്ടൻ്റെ ഭാര്യയും കണ്ടിട്ട് പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ചായ കുടിക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല, പെട്ടെന്ന് ഇറങ്ങി. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ബസ്സിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇരുട്ടി എത്തിയപ്പം കുറച്ചൊന്ന് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇരുട്ടിയിലെത്തി ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. കുട്ടികൾക്കൊക്കെ സ്നാക്കൊക്കെ വാങ്ങിക്കൊടുത്തു. ഒരു മിസ്റ്റി ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഒരു കോടയൊക്കെ ചെറുതായിട്ടൊരു കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇരുട്ടിയിൽ നിന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് ബസ് കയറി. കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വേണ്ടത്. വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഫിന് കുറച്ച് വളയും അങ്ങനെയുള്ള സാധനം കമ്മലൊക്കെ വേണമായിരുന്നു, അതൊക്കെ വാങ്ങി. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ നാടെത്തി. ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് ഇറക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു വീട്ടിൽ കൂടലുണ്ട്. അപ്പോൾ രാത്രിക്ക് അവിടത്തേക്കും കൂടി പോകണം. അത്യാവശ്യം മഗ്‌രിബായിട്ടുണ്ട് കേട്ടോ. മഗ്‌രിബ് കഴിഞ്ഞിട്ടുണ്ട്, ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ വഴിവിളക്കൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ഇലക്ഷൻ പ്രമാണിച്ചിട്ട് ഞങ്ങളെ മെമ്പർ ചെയ്തു തന്നൊരു ഉപകാരമാണ് ഒരു വഴിവിളക്ക് കേട്ടോ. ഇവിടെയും നല്ല രീതിയിൽ പെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മളെ തറവാട്ടിൽ പെയ്തത്ര സ്ട്രോങ് ആയിട്ട് ഇവിടെ പെയ്തിട്ടില്ല തോന്നും കേട്ടോ. അവിടെ നല്ല രീതിയിൽ പെയ്തു. അപ്പം അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ. ഉമ്മ ലേറ്റൊന്നും ഇടാണ്ട് ഇങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കോലയിൽ. അപ്പം ഒരു ഒരിറക്കം കഴിഞ്ഞൊരു കയറ്റമാണ് ഞങ്ങൾ വീട്ടിലേക്ക്. കുന്നുമലാണ് ഞങ്ങൾ വീട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 6:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. വീട്ടിലെത്തിയുടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനൊന്ന് മുറത്തിലേക്ക് ചെരിഞ്ഞിട്ടു. ഇത് നമ്മളെ വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ് കേട്ടോ. നല്ല വലിപ്പം വെക്കുന്ന സൈസാണ് ഇത്. കുട്ടികളെ സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് കേട്ടോ. അപ്പോൾ 2 കിലോ വെച്ചിട്ട് 4 കിലോ. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് റെഡി ടു കുക്കാണ് കേട്ടോ. മെട്രോന്ന് ഞാൻ വാങ്ങിയതായിരുന്നു. ഇതുവരെ കുക്കാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇഫുവിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യലാണ് കേട്ടോ. ഇരുട്ടീന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വീട്ടിലെത്തിയ ഉടനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി തരണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഐസ്ക്രീമിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങി തരണം എന്ന് പറഞ്ഞപ്പോൾ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു പേടിയാണ്. നമുക്ക് ശ്വാസം മുട്ടുന്നൊരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കൽ റയറായിട്ടാണ്. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് വേണം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയ ഉടനെ എന്നെക്കൊണ്ട് ഉണ്ടാക്കിക്കലാണ് കേട്ടോ.
ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത പാട് കയ്യും മുഖവും കാലും ഒക്കെ ഒന്ന് വാഷ് ചെയ്ത പാട് ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ സക്സസ് ആവുമെന്നൊന്നും അറിയില്ല, പക്ഷെങ്കിൽ ഉണ്ടാക്കി വന്നപ്പോൾ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിനെസ്സൊക്കെ കാണുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ക്രിസ്പിനെസ് എന്തായാലും ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു സാൾട്ട് അതിൽ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ സാൾട്ടൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്ലേറ്റിലിടുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ക്രിസ്പി ആയിട്ടുള്ള. പിന്നെ നൈഫിന് കുറച്ച് സോസും കൂട്ടിയിട്ട് കയ്യോടെ ഞാൻ കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് എല്ലാം ചക്കയും തിന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓളും ഹാപ്പി, ഞാനും ഹാപ്പി. സക്സസ് ആയി കേട്ടോ, നമ്മളെ മിഷൻ സക്സസ് എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടി. അപ്പോൾ വാങ്ങിയത് എന്തായാലും വെറുതെ ആയിട്ടില്ല. അപ്പോൾ ബാക്കി നമ്മൾ അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.